ഇന്ത്യൻ ടീം ന്യൂസിലാൻഡിനെതിരെ രണ്ടാം ഏകദിന മത്സരത്തിൽ 118-ന് 4 എന്ന നിലയിൽ തകർന്നു നിൽക്കുമ്പോൾ ജഡേജയുമായി ചേർന്ന് ഇന്നിംഗ്സ് റീബിൽഡ് ചെയ്യുന്നു. 73 റൺസിന്റെ സോളിഡ് പാർട്ണർഷിപ്പ്. ജഡേജ പുറത്തായ ശേഷം നിതീഷ് കുമാർ റെഡ്ഡിയുമായി അതിവേഗം സ്കോർ കാർഡ് ഉയർത്തുന്നുണ്ട്. 57 റൺസിന്റെ പാർട്ണർഷിപ്പും നേടുന്നു. എന്നാൽ നിതീഷ് കുമാർ പുറത്തായ ശേഷം പിന്നെ വാലറ്റോഗറെ കാഴ്ചക്കാരാക്കി റൺസ് അടിച്ചുകൂട്ടി ടീമിനെ പൊരുതാവുന്ന സ്കോറിലും എത്തിച്ചു. അതിനിടയിൽ ഏകദിനത്തിലെ തന്റെ 8ാമത്തെ സെഞ്ചുറിയും കൂടി പൂർത്തിയാക്കി അപരാജിതനായാണ് രാഹുൽ മടങ്ങിയത്. ഇവിടെ ഏത് പൊസിഷനും ഓക്കെയാണ്. പരാതികളില്ല, പരിഭവങ്ങളില്ല. ഓപ്പണിംഗ് ആണെങ്കിൽ അങ്ങനെ, 7ാമതാണെങ്കിൽ അങ്ങനെ. പക്ഷേ ഇങ്ങർ ഗ്രീസിലുണ്ടെങ്കിൽ അതൊരു വിശ്വാസമാണ്. 5ഉം 6ാമതും ഇറങ്ങുന്ന രോഹിത് ശർമ്മയെ ഇന്ത്യ ഓപ്പണിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഏകദിനത്തിലെ മികച്ച ബാറ്റർമാരുടെ പട്ടികയിലേക്ക് പിന്നീടുള്ള വളർച്ചയാണ് നമ്മൾ കണ്ടത്. മുമ്പ് ഓപ്പണിംഗ് ചെയ്തുകൊണ്ടിരുന്ന രാഹുലിനെ ഫിനിഷിംഗ് റോളിലേക്ക് കൊണ്ടുവന്ന തീരുമാനവും വളരെ മികച്ചത് തന്നെയായിരുന്നു. 2023 വേൾഡ് കപ്പ് മുതൽ ഇങ്ങോട്ട് തന്റെ റോൾ നല്ല വെടിപ്പായിട്ട് KL രാഹുൽ ചെയ്യുന്നുണ്ട്. അവസാന മാച്ചിൽ പ്രഷർ സിറ്റുവേഷനിലും അനായാസം ടീമിനെ വിജയിപ്പിച്ചു. രാഹുൽ എല്ലായ്പ്പോഴും ഒരു അണ്ടർ റേറ്റഡ് ക്രിക്കറ്ററാണ്. തന്റെ ടീമിനായി കളിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് രാഹുലിന് മുമ്പിലുള്ളത്. അതിനായി ഏത് പൊസിഷനിൽ ബാറ്റ് ചെയ്യാനും ഏത് റോൾ സ്വീകരിക്കാനും രാഹുൽ തയ്യാറാണ്. ന്യൂസിലാൻഡിനെതിരെ രണ്ടാം ഏകദിന മത്സരത്തിലും രാഹുലിന്റെ ആത്മധൈര്യം ക്രിക്കറ്റ് ലോകം കണ്ടു. 2026 രാഹുലിന് ഒരു മികച്ച വർഷമായിട്ട് മാറട്ടെയെന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു ഇന്ത്യൻ ക്രിക്കറ്ററുടെ കഥ തുടങ്ങുമ്പോൾ സാധാരണയായി ബാല്യകാല സ്വപ്നങ്ങളാണ് ആദ്യം വരുന്നത്. പക്ഷേ KL രാഹുലിന്റെ കഥ തുടങ്ങുന്നത് സ്വപ്നങ്ങളെക്കാൾ കൂടുതൽ സമ്മർദ്ദങ്ങളോടെയും പ്രതീക്ഷകളോടെയുമാണ്. കർണാടകയിലെ മാംഗ്ലൂരുവിൽ 1992-ൽ KL രാഹുൽ ജനിക്കുന്നുണ്ട്. രാഹുലിന് ക്രിക്കറ്റ് ഒരു വിനോദമായിരുന്നില്ല, അതൊരു ഉത്തരവാദിത്യമായിരുന്നു. അച്ഛൻ ലോകേഷിന് ഇന്ത്യൻ ക്രിക്കറ്റിനോടുള്ള അമിതമായ ഇഷ്ടം മകനിലേക്ക് പകർന്നു കിട്ടിയപ്പോഴാണ് രാഹുലിന്റെ ജീവിതം മുഴുവൻ ബാറ്റും ബോളുമായി ചുറ്റിപ്പറ്റി തുടങ്ങുന്നത്. രാഹുൽ എന്ന പേര് പോലും പ്രശസ്തനായ സുനിൽ ഗവാസ്കറിന്റെ ആരാധനയിൽ ഉണ്ടായതാണെന്ന് ഈ കുടുംബത്തിൽ ക്രിക്കറ്റ് എത്രായത്തിൽ കയറിക്കഴിഞ്ഞുവെന്നതിന്റെ തെളിവാണ്. കുട്ടിക്കാലം മുതൽ തന്നെ രാഹുലിന് കഴിവുണ്ടായിരുന്നു. പക്ഷേ അത് ശ്രദ്ധിക്കപ്പെടാൻ സമയമെടുത്തു. കർണാടകയുടെ ഗ്രൗണ്ടുകളിൽ മണിക്കൂറുകളോളം നെറ്റ്സിൽ ബാറ്റ് വീശുന്ന ഒരു സാധാരണ ബാലൻ മാത്രമായിരുന്നു KL രാഹുൽ. അവിടെ ഉണ്ടായിരുന്ന പലർക്കും അവൻ മറ്റൊരു ശരാശരി പ്രതിഭയെന്നേ തോന്നിയിട്ടുള്ളൂ. പക്ഷേ അവൻ്റെ ബാറ്റിംഗ് ശൈലിയിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അമിതമായ ആക്രമണമില്ല, പേടിയുള്ള പ്രതിരോധവുമില്ല. എല്ലാം തുല്യമായി തൂക്കം നോക്കി കളിക്കുന്ന ഒരു മനസ്സുണ്ടായിരുന്നു. അതായിരുന്നു KL രാഹുൽ എന്ന കളിക്കാരൻ്റെ ഏറ്റവും വലിയ ആയുധം. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ രാഹുൽ സ്വന്തമായൊരു പേരുണ്ടാക്കുമ്പോൾ ഇന്ത്യൻ ടീം അവനെ ശ്രദ്ധിച്ചു തുടങ്ങി. 2014-ൽ ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ചു. പക്ഷേ ആ തുടക്കം സ്വപ്നതുല്യമായിരുന്നില്ല. ആദ്യ ടെസ്റ്റിൽ തന്നെ പരാജയമായിരുന്നു. അതിനാൽ തന്നെ വിമർശനവും ടീമിൽ നിന്ന് പുറത്താക്കലും അയാൾക്കുണ്ടായി. ഒരു യുവതാരത്തെ തകർക്കാൻ ഇത്രയും മതി. പലരും കരുതിയത് ഇവൻ ഇതോടെ തീർന്നു എന്നായിരുന്നു. പക്ഷേ അവിടെ നിന്നാണ് KL രാഹുൽ യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. പരാജയങ്ങൾ രാഹുലിനെ തകർത്തില്ലായിരുന്നു, മറിച്ച് അതവനെ മോട്ടിവേഷനാക്കി. ഡൊമസ്റ്റിക് ക്രിക്കറ്റിലേക്ക് അവൻ മടങ്ങി, റൺസുകൾ കൊണ്ട് മറുപടി നൽകി. 2015-ൽ ശ്രീലങ്കയ്ക്കെതിരെ ടെസ്റ്റിൽ സെഞ്ചുറി നേടി, അതും വിദേശ മണ്ണിൽ. അന്നു മുതൽ ഇന്ത്യൻ ക്രിക്കറ്റിന് മനസ്സിലായി ഇയാളെ അത്ര എളുപ്പത്തിൽ എഴുതി തള്ളാൻ പറ്റില്ലെന്ന്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ക്ലാസ്, ടെക്നിക്, ക്ഷമ എല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു ബാറ്റ്സ്മാനായി KL രാഹുൽ മാറുകയായിരുന്നു. എന്നാൽ രാഹുലിന്റെ യഥാർത്ഥ പരീക്ഷണം വന്നത് വൈറ്റ് ബോൾ ക്രിക്കറ്റിലായിരുന്നു. ODI, T20 2 ഫോർമാറ്റുകളിലും സ്ഥിരത കണ്ടെത്തുക ഇന്ത്യൻ ടീമിൽ എളുപ്പമല്ല. ഒരു മത്സരത്തിൽ ഹീറോയായാൽ അടുത്ത മത്സരത്തിൽ വിമർശനങ്ങളുടെ നടുവിലായിരുന്നു അയാൾ. രാഹുലും ഇതിൽ നിന്ന് ഒഴിവായില്ല. ഓപ്പണറായി, മിഡിൽ ഓർഡറിലായി, ഫിനിഷറായി എന്നിങ്ങനെ ടീം ആവശ്യപ്പെട്ടിടത്തൊക്കെ അവൻ കളിച്ചു. സ്വന്തം കംഫർട്ട് സോണിനേക്കാൾ ടീമിന്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകിയ ഒരു ക്രിക്കറ്ററുടെ കഥയാണിത്. വിക്കറ്റ് കീപ്പറായി മാറിയ രാഹുലിന്റെ യാത്ര ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷനുകളിൽ ഒന്നാണ്. ബാറ്റ്സ്മാനായി മാത്രം അറിയപ്പെട്ട ഒരാൾ ടീമിന്റെ ബാലൻസ് കണക്കിലെടുത്ത് ഗ്ലൗ ധരിക്കുന്നു. കീപ്പിംഗിൽ പിഴവുകൾ, വിമർശനം, വീണ്ടും പരാജയം.
ഇന്ന് ഇന്ത്യൻ ടീമിന്റെ വിശ്വസനീയമായ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി KL രാഹുൽ മാറിയതിൽ അവന്റെ മനസ്സിന്റെ ശക്തിയാണ് പ്രധാന കാരണം. പരിക്കുകളും രാഹുലിന്റെ കരിയറിനെ പലതവണ തടഞ്ഞിട്ടുണ്ട്. വലിയ ടൂർണമെന്റുകൾക്ക് മുമ്പ് പരിക്ക്, തിരിച്ചുവരവ്, വീണ്ടും പരിക്ക് എന്നിങ്ങനെയായിരുന്നു. ശരീരത്തെക്കാൾ കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് അവന്റെ മനസ്സായിരുന്നു. എന്നാൽ ഓരോ തിരിച്ചുവരവും മുമ്പത്തേക്കാൾ ശക്തമായിരുന്നു. 2023 ലോകകപ്പിൽ മിഡിൽ ഓർഡറിൽ അവൻ നൽകിയ സ്ഥിരത ഇന്ത്യൻ ടീമിനെ ഫൈനൽ വരെ എത്തിച്ച പ്രധാന ഘടകങ്ങളിൽ ഒന്നായിരുന്നു. വലിയ ഷോട്ടുകളേക്കാൾ സമ്മർദ്ദത്തിൽ ശാന്തമായി കളിക്കുന്ന ഇന്നിംഗ്സുകളാണ് അവനെ പ്രത്യേകമാക്കിയത്. KL രാഹുൽ ഒരു സ്റ്റാർഡം നേടുന്ന ക്രിക്കറ്ററല്ല, അവൻ ഒരു ഉത്തരവാദിത്വം ചുമക്കുന്ന കളിക്കാരനാണ്. മാധ്യമങ്ങളുടെ ഹൈപ്പിനേക്കാൾ ഗ്രൗണ്ടിലെ ജോലി വളരെ മനോഹരമായി ചെയ്യുന്നവനാണ്. KL രാഹുൽ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈലന്റ് വാരിയറാണെന്ന് നിസ്സംശയം പറയാം. എപ്പോഴും ഹെഡ്ലൈനുകളിൽ അയാളുടെ പേര് കാണണമെന്നില്ല, പക്ഷേ ആവശ്യമുള്ള സമയത്ത് ഗ്രീസിൽ നിൽക്കുന്ന ഒരാളാണ് KL രാഹുൽ. പരാജയങ്ങളിൽ നിന്ന് പിന്മാറാതെ, വിമർശനങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ സ്വന്തം രീതിയിൽ മുന്നോട്ടു പോകുന്ന ഒരു മനുഷ്യൻ. KL രാഹുലിന്റെ കഥ നമ്മോട് പറയുന്നത് ഇതാണ്: എല്ലാവർക്കും ഒരേ പാതയിലൂടെ ജീവിതം ലഭിക്കണമെന്നില്ല. ചിലർക്കത് ശബ്ദത്തോടെ വരും, ചിലർക്കത് ശാന്തമായി വരും. പക്ഷേ സ്ഥിരതയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ടു പോയാൽ ഒരു നാൾ വിജയം തലകുനിച്ച് നമ്മളെ തേടി വരും. അതെ, KL രാഹുൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ശാന്തമായ പോരാളിയുടെ കഥയാണ്.